എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ മെഗാസ്റ്റാർ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10 വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക. നിലവിൽ 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബസൂക്ക എന്ന സിനിമയുടെ 11ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 39 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 11 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 12,95 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 25-26 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ നസ്രിൻ നായകനായി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. 11 ദിവസമായി ഇന്നലെ ചിത്രം ഈസ്റ്റർ ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,80 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 11 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 30,71 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം 11 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ നസ്രിന്റെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ ആലപ്പുഴ ജിംഖാന മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം മരണമാസം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. 11 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 97 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 11 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10,60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഈദ് പ്രമാണിച്ച് മാർച്ച് മാസം 27 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഇതിനോടകം തന്നെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ L2 എമ്പുരാൻ. നിലവിൽ 25 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 25 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 23 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 25 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 86,05 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 25 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 262,50,263 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയായിരിക്കും ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും. ഇതിനോടകം തന്നെ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട എമ്പുരാൻ എന്ന സിനിമയുടെ OTT റിലീസ് വരുന്നത് ഏപ്രിൽ മാസം 24 അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.